നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണൻ. ദിയ കൃഷ്ണനെ അറിയാൻ വയ്യാത്തവരായി ആരും തന്നെയില്ല. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവ സാന്നിധ്യമാണ് ദിയ കൃഷ്ണൻ. മക്കളുടെ പേരിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറും ഭാര്യയും പ്രശസ്തി നേടുന്നത്. അടുത്തിടെയാണ് ദിയ കൃഷ്ണൻ അമ്മയായത്. കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണൻ. ഗർഭകാലത്തും പ്രസവ സമയത്തും വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും സാമീപ്യം, കരുതലും ദിയ കൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്. ദിയയുടെ ഭർത്താവ് അശ്വൻ പ്രസവശേഷം സ്വന്തം നാട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ദിയയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് അശ്വൻ്റെ ഫ്ലാറ്റും. ദിയ ഇടയ്ക്ക് അശ്വൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. വിവാഹത്തിന് മുമ്പ് ദിയ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വിവാഹം കഴിഞ്ഞാൽ താൻ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കില്ല എന്നും താൻ വൈകിയാണ് എണീക്കുന്നത്, അത് ഭർത്തൃ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ഭാര്യയും ഭർത്താവും മാറി താമസിക്കുകയാണ് പൊതുവെ നല്ലതെന്നും ദിയ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അമ്മ ആയതിനു ശേഷം ആദ്യമായി കുഞ്ഞിനെയും കൊണ്ട് അശ്വൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ദിയ കൃഷ്ണൻ അശ്വനും തൻ്റെ വീട്ടിലേക്ക് മകൻ ഓമിയുടെ ആദ്യത്തെ വിസിറ്റാണെന്ന് അശ്വൻ പറയുന്നുണ്ട്. ദിയയുടെ പ്രസവം കഴിഞ്ഞ ആദ്യത്തെ വരവ് സന്തോഷത്തോടെ ആയിരുന്നു അശ്വൻ്റെ അമ്മ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചത്. ചിലർക്കിത് ആശ്ചര്യമായിരിക്കും. അശ്വൻ്റെ മാതാപിതാക്കളെ ഓർത്ത് സങ്കടവും തോന്നുന്നുണ്ടെന്ന് മറ്റുള്ളവരും കമൻറ്റ് ചെയ്യുന്നു. കമൻറ്റിന് ദിയ മറുപടി നൽകിയത് ഇങ്ങനെ: അടുത്ത തവണ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് റിക്കവറിക്ക് വേണ്ടി ഞാൻ അശ്വൻ്റെ വീട്ടിൽ കഴിയാം. എനിക്ക് എൻ്റെ അമ്മായി ഉണ്ടെന്ന് മറക്കാം എന്നാണ് ദിയ ഈ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തത്. എല്ലാവർക്കും അമ്മായിയുണ്ട്, ഓവർ ആക്ടിങ് ചെയ്ത് നിർത്തൂ എന്നാണ് ദിയ നൽകിയ മറുപടി. വന്ന കമൻറ്റ് അതേസമയം ദിയ അനുകൂലിക്കുന്നവരുമുണ്ട്. പൊതുവെ 3 മാസം കഴിഞ്ഞാണ് കുഞ്ഞുമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാറ്. ദിയ ഇപ്പോൾ പോയില്ലേ എന്നാണ് അവരുടെ ചോദ്യം. അശ്വൻ സംസാരത്തിൽ ഇപ്പോഴും പക്വത തോന്നുന്നു. പഴയതുപോലെ ഒന്നും പറയാതെ ഇരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അശ്വനും പറയുന്നുണ്ട്. ഇതെല്ലാം ദിയ കൃഷ്ണൻ്റെ വ്ലോഗിലൂടെയായിരുന്നു. അശ്വൻ്റെ അമ്മയുമായിട്ട് ദിയ കൃഷ്ണന് ഭയങ്കര അടുപ്പമാണ്. അതുപോലെ തന്നെ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം അശ്വൻ്റെ അമ്മയെ വലിയ കാര്യമാണ്. കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അശ്വൻ്റെ അമ്മ കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു. അവർ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനുമുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ആഘോഷമാക്കിയത്. ദിയ കൃഷ്ണൻ്റെ വ്ലോഗുകളിൽ അശ്വൻ്റെ അമ്മയുടെ റെസിപ്പികളും ദിയ കൃഷ്ണൻ ഇടാറുണ്ടായിരുന്നു. അശ്വൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളെല്ലാം ദിയ കൃഷ്ണൻ വ്ലോഗുകളിൽ ഉൾപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. ദിയ കൃഷ്ണൻ അശ്വൻ്റെ അമ്മയെ അമ്മായിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ മരുമകളായിട്ട് തന്നെയാണ് തിരിച്ച് ദിയ കൃഷ്ണനെയും കാണുന്നത്. ഇതുവരെയ്ക്കും അവരുടെ സ്നേഹത്തിനൊരു മാറ്റമുണ്ടായെന്ന് തോന്നുന്നില്ല. അവരുടെ സ്നേഹം എപ്പോഴും ജെന്യൂനായിട്ട് തന്നെയാണ് തുടരുന്നത്. രണ്ട് കുടുംബങ്ങളും എപ്പോഴും നല്ല ഐക്യത്തിലുമാണ്. ഏറ്റവും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.